അപ്പോൾ ഞാനങ്ങനെ ആ കേവിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞാൻ ആ കേവിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ സ്റ്റോണായിരുന്നു. ഈ സ്റ്റോൺ എന്താണെന്നോ എന്താ സംഗതി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. സംഗതി കടന്നിടത്തുനിന്ന് പറന്നിരിക്കുകയാണ്. ഫസ്റ്റ് തൊടണോ വേണ്ടിയോ ടച്ച് ചെയ്യണോ എന്താ സാധനം നോക്കണോ എന്നൊരു ഡൗട്ടിലേക്ക് പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടായതെന്ന് ഞാൻ ഇനി പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാനിപ്പോൾ ശരിക്കും ആരാന്നും ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ പറയാൻ തന്നെ കാര്യം മൊത്തം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതായ സമയത്ത് ആ പൊട്ടിത്തെറി സംഭവിച്ചതിന് ശേഷം ഇന്നൊരു മോബുകളോ ഇങ്ങനെ നോർമലി നമ്മൾ നേരെ വരുന്ന ഒരാൾ പോലും ഒന്നും ചെയ്യുന്നില്ല. എന്തോ അവർക്ക് ഞാൻ അവരെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തോന്നുന്നു. അപ്പം ഞാനെന്തോ സ്പെഷ്യലാണെന്ന് എനിക്കപ്പം മനസ്സിലായി. ഇത് ഫസ്റ്റ് സംഭവിച്ച സമയത്ത് എനിക്കിത് എന്താ സംഗതി എന്നറിയില്ല. എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. ബട്ട് നേരിൽ കണ്ട എന്തായാലും വിശ്വസിക്കല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് കിട്ടിയ പവറെ യൂസ് ചെയ്യാതിരിക്കാൻ പറ്റുന്നുള്ളൂ. ദ ഗ്രേറ്റ് പവർ ഗിവ്സ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ് എന്നല്ലേ. അങ്ങനെ ഞാൻ അതുവഴി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോഴായിരുന്നു ഞാൻ പോലും വിചാരിക്കാത്ത ഒരു കാര്യം കാണുന്നത്. ഒരു എലേറ്റർ. അതാര് കൊണ്ടുവച്ചതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അതവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്ന വേറൊരു കാര്യം കൂടിയാണ്. ആ എലേറ്റർ അവിടെ വെച്ചത് എന്തായാലും ഞാനല്ല. അതാരാ വെച്ചതെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഈ സിറ്റിയിൽ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ടോക്സിക് പ്ലേയേഴ്സിനെ ഇപ്പോൾ കൊല്ലുന്നത് ഞാനാണ്. കുറേ ആയി ടോക്സിക് പ്ലേയേഴ്സിനെ എല്ലാവരും കൊന്നുകൊടുക്കണപ്പോൾ ഞാനാണ്. ഇതേ സമയം എന്നെ കൺസേൺ ആവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മ, ഞാനൊരു ആരും എൻ്റെ വീണ്ടും മുകളിൽ കൂടെ പാറിപ്പോയത് കണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അവരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു.
ഫസ്റ്റ് ഞാൻ വിചാരിച്ച് എന്നെപ്പോലെ വേറെ ആരും ഉണ്ടാവുമായിരിക്കും മേ ബി. ബട്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ തന്നെ ആയിരിക്കും. അന്ന് അതിൻ്റെ വീടിൻ്റെ മുകളിൽ കൂടെ പാറിപ്പോയത് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെ ആയിരിക്കും. ഇതൊക്കെ ഇങ്ങനെ തോന്നാൻ മെയിനായിട്ടൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ അന്ന് ആ കേവിൽ പോയ സമയം പറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് പൊട്ടിയതിന് ശേഷം അവിടെ എക്സ്ട്രാ ഒരു ഡോറ് വന്നത്. ആ ഡോറിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ 2 ബോർഡ്, 2 ഡോറ്, ഒരു ഫ്യൂച്ചറും ആൻഡ് പാസ്റ്റ്. സോ വാട്ട് ഇഫ് ഞാൻ തന്നെ ആ പാസ്റ്റിലേക്ക് വന്നിട്ട് അവിടെ ഉള്ള വില്ലന്മാരെ കൊന്നതാണ് എല്ലാം എന്നുള്ളത് ആർക്കറിയാം? അപ്പം അത് ഞാൻ തന്നെ ആയിക്കൂടെ? അത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത് ഞാൻ തന്നെയാണ്. ഇതെല്ലാം തുടങ്ങിയത് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തുടങ്ങിയമാതിരി ഞാൻ തന്നെ നിർത്തണം. അതിന് ഞാനൊന്ന് പോകേണ്ടി വരും എൻ്റെ പാസ്റ്റിലേക്ക്.